അതിനോട് എനിക്ക് പറയാനുള്ളത് ഡബിൾ ധമാക്കയാണ്. ഒന്ന്, എൻ്റെ ആത്മീയ ജേണി എന്ന് പറയുന്നത് ഇപ്പോഴല്ല, വളരെ കാലം മുമ്പ് തുടങ്ങിയതാണ്. പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ, ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് രണ്ടാമത് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ധമാക്ക എന്ന് പറഞ്ഞത്. ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇത്ര ഡെപ്തിലേക്ക് എത്തിക്കുന്ന സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും സാറ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിൽ കൂടെയൊക്കെ ഇതിലും ഭംഗിയായിട്ടൊക്കെ ഞങ്ങളെപ്പോലൊക്കെ അജ്ഞരായിട്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നത്? ശരിക്കും ഇപ്രാവശ്യത്തെ മെഡിറ്റേഷൻ വാസ് ലൈക്ക് വളരെ ഡീപ്പായിട്ട് എനിക്ക് ഉള്ളിലേക്ക് പോകാനും അങ്ങനെ അടുത്ത റിട്രീറ്റിൽ വരുമ്പം ഇതിനേക്കാളൊക്കെ ഇനിയും ഉയരത്തിലേക്ക് വരാൻ പറ്റും എന്ന നല്ല കോൺഫിഡൻസ് ഉണ്ട്. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെത് ഒരു പ്രാക്ടിക്കൽ വേദാന്ത. സാറ് കാഷായം ഉടുക്കാത്ത വെള്ളവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു സന്യാസി വര്യനായിരുന്നു. അതിൻ്റെ രണ്ടാം പതിപ്പായിട്ടാണ് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ കാണുന്നത്. ഇന്നത്തെ ഈ മെഷീൻ ലേണിംഗ് യുഗത്തിൽ ഒരു കോർപ്പറേറ്റ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വേദാന്തം പറഞ്ഞു തരാം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ മെഡിറ്റേഷൻ ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് കണ്ണറിഞ്ഞൊഴുകും, ഭയങ്കര സന്തോഷം. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചാൽ നന്ദി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വീട്ടിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഗമയിലൊക്കെയാണ്. ഇവിടെ വന്നപ്പോഴാണ് മനോലയത്തിൽ വരെ എത്താൻ പറ്റി. അത് എപ്പോഴൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ഇങ്ങനൊരു വർക്ക് ബുക്ക് ഉണ്ടാക്കുമ്പോൾ സാറ് എത്ര സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് സാറിൻ്റെ ഈ ഡെഡിക്കേഷനോട് എത്ര വാക്കുകൾ കൊണ്ടുപോലും അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഈ വർക്ക് ബുക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള യത്നം എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പിന്നെ വേറൊന്ന് സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം രമണ മഹർഷിയെക്കുറിച്ച് അത്ര അറിവില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് വളരെയധികം ജ്ഞാനം രമണ മഹർഷിയെക്കുറിച്ച് കിട്ടിയിട്ടില്ല. സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ സാർ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഒരു വിഷമം എൻ്റെ അറിയാതെ വന്നതാണ്. ഞാൻ ഈ മനോലയ മാത്രമല്ലേ എനിക്ക് പറ്റൂല, പറ്റുമോ ഇങ്ങനെയൊരു സംശയം. നെക്സ്റ്റ് മൊമെൻറ്റ് സാർ അടുത്ത ലൈൻ വായിക്കുക. നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ഷുഡ് കീൻലി കോൺസെൻട്രേറ്റ് ഇൻ മെഡിറ്റേഷൻ ഓൺ ദ സെൽഫ് എന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു അതിശയം പോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ പറയുവാണ്, എനിക്ക് പറ്റില്ല. രമണ മഹർഷി പറഞ്ഞ അതേ സെൻറ്റൻസ് കോട്ട് ചെയ്ത സാർ ഇട്ടേക്കുന്ന അതും അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം എനിക്ക് പോയിട്ടില്ല സന്തോഷം. സത്യം പറഞ്ഞാൽ രമണ മഹർഷിയുടെ ഇത്രയും അഗാധമായിട്ടുള്ള പഠനങ്ങൾ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരുന്നതിന് സാറിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു.